കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വിയപുരത്ത് നടന്ന TV പ്രേക്ഷക മീറ്റിംഗ് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. ദോഹയിൽ നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഫെലോഷിപ്പിൽ ആരാധിക്കുന്ന റെനി ബ്രദർ, അദ്ദേഹത്തിന് വിയപുരത്ത് തൻ്റെ സ്വന്തം നാടാണ്, അവിടെ ഉണ്ടായ ഒരു അത്ഭുതകരമായ സംഭവം ബ്രദർ അവിടെ സാക്ഷ്യം പറഞ്ഞു. വാസ്തവത്തിൽ റെനി ബ്രദറും ഫാമിലിയുമാണ് ആ മീറ്റിംഗ് അവിടെ കണ്ടക്ട് ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനൊരു TV പ്രേക്ഷക മീറ്റിംഗ് സ്പോൺസർ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് പത്രോസിനൊരു അത്ഭുതകരമായ മീൻപിടുത്തം ഉണ്ടായതുപോലെ റെനി ബ്രദറിന്, നിങ്ങൾക്കറിയാമല്ലോ വിയപുരം ആ ഭാഗമൊക്കെ ഈ വെള്ളവും പാടങ്ങളും മീൻപിടുത്തവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒരത്ഭുതകരമായ, നാട്ടുകാരെ വരെ ഞെട്ടിച്ച, പ്രാർത്ഥനയിലൂടെ നിന്ന ഒരത്ഭുത മീൻപിടുത്തം ഉണ്ടായി. ആ സാക്ഷ്യത്തോടെയായിരുന്നു ആ ശുശ്രൂഷ ആരംഭിച്ചത്. നമുക്ക് ആ അത്ഭുത സാക്ഷ്യം കേൾക്കാം, അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കാം. വിയപുരത്ത് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്ക് പോകാം. ഇന്ന് ഈ TV പ്രേക്ഷക മീറ്റിംഗ് ഇവിടെ നടക്കാൻ, ഈ വിയപുരത്ത് നടക്കാൻ ഒരു കാര്യം, റെനി ബ്രദറിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതപ്പെടുതൽ. പലരും ഓർക്കും ഈ മീറ്റിങ്ങൊക്കെ നടത്തുന്ന ആരോ എന്തോ ഉദ്ദേശത്തോടെയാണ്. അതെ, പലരും അത് ചെയ്യാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളുടെ നന്ദിയാണ്. വാസ്തവത്തിൽ ഈ മീറ്റിംഗ് ഒരു സ്തോത്ര ശുശ്രൂഷയും കൂടെ, ദൈവം ചെയ്ത അനുഗ്രഹത്തിൻ്റെ ഒരു നന്ദിയുടെ ശുശ്രൂഷയും കൂടാണ്. റെനി ബ്രദർ അന്ന് എന്നോട് ദോഹയിൽ വെച്ച് തനിക്കുണ്ടായ ഒരു വലിയ വിടുതൽ പറയാനിടയായി. ഒന്നുകൂടെ പറയാവോ ബ്രദറെ? എൻ്റെ ഫാദർ ഇവിടെ മീനിൻ്റെയൊക്കെ കൂടിടുന്ന ഇതുണ്ട്. അപ്പോൾ 2-3 വർഷമായിട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഹെവൻലി ഫീസ്റ്റിലോട്ട് ജോയിൻ ചെയ്ത് വന്നതേ ഉള്ളൂ, കർത്താവിനെ അറിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഞാനിവിടെ നാട്ടിലോട്ടൊന്ന് വരാൻ ഇടേ. അപ്പോൾ പപ്പ ഇവിടെ ഇരുന്ന് ഈ കെട്ടുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഭയങ്കര മഴയത്തൊക്കെ ഇരുന്ന് കൂട് കെട്ടുക. അപ്പോൾ ഞാനിതെല്ലാം കെട്ടിക്കഴിഞ്ഞു. അപ്പം മഴ പെയ്തു, വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, കൂടിടുന്നില്ലയോ? അപ്പോൾ കെട്ടിക്കഴിഞ്ഞില്ല. പപ്പ ഒരു ദിവസം കൊണ്ട് ഈ കൂട് മുഴുവൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. ഞാൻ പറയുന്നു, പത്രോസിൻ്റെ പടകിനെ നിറച്ച ദൈവം ഈ കൂടിനെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ കൂടിട്ടു. പത്രോസിൻ്റെ പടകിനെ നിറച്ച യേശുവിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പപ്പായോട് ഞാൻ പറഞ്ഞു, ആമീൻ പറ പപ്പ. അപ്പോൾ പപ്പ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. മീൻ പറയുന്നതിന് മുമ്പ് ഈ മീൻ പിടിക്കുന്ന കാര്യം പപ്പ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ അങ്ങ് ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചോ. ഞാൻ ഇട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് എനിക്കന്ന് പ്രാർത്ഥിക്കാനും അറിയില്ല. അപ്പോൾ ഞാൻ അന്ന് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ പത്രോസിൻ്റെ പടകിനെ നിറച്ച എൻ്റെ ദൈവം ഈ കൂടിനെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് വന്ന് 2 ദിവസം പൊക്കി 1-2 മീനൊക്കെ കിട്ടി. 3-ാമതും പൊക്കി. ഇങ്ങനെ ചെറിയ മീൻ 1-2 കിട്ടുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം 4 മണിക്ക് ഞാൻ പപ്പായോട് പറഞ്ഞു, നമുക്കിന്ന് കൂട് നോക്കാം. എടാ, രാവിലെ ഞാൻ പൊക്കി വെച്ചിട്ട് നിനക്ക് തലയ്ക്ക് നല്ല സുഖമില്ല എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ പറയും, പപ്പ കൂട്ടി മീനുണ്ട്, നമുക്ക് പോയി പൊക്കാം. പപ്പ വന്നു, 2 പേരെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു 4 മണി സമയമായി. വന്നിട്ട് പൊക്കി. സത്യം പറയാം, എൻ്റെ ജീവിതത്തിലും പപ്പായുടെ ജീവിതത്തിലും ഇത്രയധികം മീനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ വൈകിട്ട് 15 മുതൽ 20 കിലോ വരെയുള്ള ഓരോ മീനും ഒരു വലിയ പാത്രം നിറച്ച് 7000 രൂപയുടെ മീൻ ഞങ്ങൾ കൊടുത്തു അന്ന് വൈകിട്ട്. അന്ന് ആ ദേശത്ത് വന്ന മുഴുവൻ പേർക്കും ഫ്രീ ആയിട്ട് ബാക്കി 1 കിലോ 2 കിലോ ഉള്ള മീൻ മുഴുവനും ഞങ്ങൾ കൊടുത്തു. 7000 രൂപയുടെ മീൻ വിറ്റു. കൂടാതെ അവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് മീൻ കൊടുത്തു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കർത്താവ് ചെയ്ത ഒരു അത്ഭുതമായത്. പിന്നീട് എൻ്റെ ജീവിതം, എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഇന്ന് കർത്താവിനെ പറയാൻ എനിക്കിന്ന് യോഗ്യമായി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ദോഹയിൽ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി. ഈ റെന്നി ബ്രദറാണ് എന്നെ ഇതിൽ കൊണ്ടുവന്നത്. ഈ റെന്നി ബ്രദർ മുഖാന്തരമാണ് എൻ്റെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്താൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം ഇന്ന് അനുഗ്രഹകരം ഒരു മീറ്റിംഗ് നടത്താൻ എന്നെ പ്രാപ്തനാക്കി.
കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ആണ് നമ്മൾ ഈ അത്ഭുതകരമായ മീൻപിടുത്തം കാണുന്നത്. ആ കർത്താവ് ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 5-ന്റെ ആദ്യം മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. 7000 രൂപയുടെ മീനും വിറ്റു. പിന്നെ മറ്റ് ചെറുപടകുകളെല്ലാം വിളിച്ച് ഓരോ കിറ്റിനകത്ത് മീനിട്ടും കൊടുത്തു. പത്രോസിൻ്റെ അത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞ്, പത്രോസിൻ്റെ അത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുന്നു. പത്രോസുമാർ ഇന്നും അത്ഭുതം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാട്ടെ. കാരണം യേശു കർത്താവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ആരായിരുന്നോ അവിടുന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ. വായിക്കുന്നു എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം പലരും, അയ്യോ തോമസ് ഊട്ടി ബ്രദർ വന്നല്ലോ, തോമസ് ഊട്ടി ബ്രദറിനെ കാണാമല്ലോ. എന്നെക്കുറിച്ച് നിങ്ങളങ്ങനെ കരുതുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ വന്നത് എൻ്റെ കാര്യം പറയാനല്ല, നമ്മുടെ മധ്യത്തിൽ വന്നവൻ്റെ കാര്യം പറയാൻ. 2 or 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് യേശു പറഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വാക്ക് ഇതുവരെ മാറിയിട്ടില്ല. ലോകം മുഴുവൻ മാറിയാലും കർത്താവ് വാക്ക് മാറത്തില്ല. ലോകത്തിൻ്റെ മുഴുവൻ വാക്ക് തെറ്റിയാലും കർത്താവായ യേശുവിൻ്റെ വാക്ക് തെറ്റത്തില്ല. യേശു തമ്പുരാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു: ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കും മാറിപ്പോകത്തില്ല. ഈ ലോകത്തിൽ നമുക്ക് മനുഷ്യരുടെ വാക്കുകൾ ആശ്രയിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഉയർത്താമെന്ന് പറയുന്നവർ സമയമായപ്പോൾ ചിലപ്പോൾ മാറിക്കടന്നു പോകും. നമ്മുടെ കൂടെ കാണുമെന്ന് പറഞ്ഞവർ നമ്മളെ വിട്ടിട്ട് പോകും. ഈ അനുഭവങ്ങളുള്ളവരാ ഞാനും നിങ്ങളും. എന്നാൽ നമ്പാൻ കൊള്ളാവുന്ന ഒരു വാക്ക്, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക്, മാറാത്തൊരു വാക്ക് പറഞ്ഞവൻ ഒരുവനേ ഉള്ളൂ. അവൻ്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. അതിനെക്കുറിച്ച് കൊരിന്ത ലേഖനകാരൻ 2 കൊരിന്ത്യർ 2 പറയുമ്പോൾ അവൻ്റെ വാക്ക് ഒരിക്കൽ ഉവ്വ എന്നും വേറൊരിക്കൽ ഇല്ല എന്നുമായിരിക്കത്തില്ല. എപ്പോഴും അവൻ്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്ന് തന്നെ. ഈ കർത്താവിൽ ആശ്രയിച്ചാൽ, കൊരിന്ത ലേഖനകാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര എണ്ണമുണ്ടെങ്കിലും അവൻ പറഞ്ഞു വിട്ടൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ അവനിൽ ആശ്രയിച്ചാൽ അവൻ യേസ് ആമേൻ എന്നേ പറയത്തുള്ളൂ. ആകയാൽ ഇന്ന് പകൽ രോഗശാന്തിക്ക് വേണ്ടി ബൈബിളിൽ 10,000-കണക്കിന് വാക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതെനിക്ക് കിട്ടുമോ? അത് രോഗശാന്തിയാണോ? ചിലർ പഠിച്ചുകൊണ്ടിരിക്കും, ചിലർ റെനി ബ്രദറിനെ പോലെ കൂടി ഇട്ട് നോക്കും. കൈ കൊടുത്ത് പറഞ്ഞ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കായി നല്ലത് പ്രാപിക്കുന്നതാണ്. അന്നും ഇന്നും പ്രാപിക്കുന്നവരുണ്ട്, അന്നും ഇന്നും പഠിക്കുന്നവരുണ്ട്, അന്നും ഇന്നും വിമർശിക്കുന്നവരുണ്ട്, അന്നും ഇന്നും കാണാൻ വന്നവരുണ്ട്, അന്നും ഇന്നും കുറ്റം പറയാൻ വന്നവരുണ്ട്. എന്നാൽ അന്നും ഇന്നും ഇടയിലൂടെ പ്രാപിക്കുന്നവരുമുണ്ട്. ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിയപുരത്ത് ഹോളിനകത്ത് പത്രോസിൻ്റെ പടകിനെ നിറച്ചവൻ, റെനി ബ്രദറിൻ്റെ കൂടിനെ നിറച്ചവൻ ഇന്ന് പകൽ പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നിരിക്കാൻ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതി
സ്തുതിക്കുക. വിയപുരത്തെ ഹോളിനുള്ളിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നു, ഭാരതത്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ, അമേരിക്കയിൽ, സ്വിറ്റ്സർലൻഡിൽ, ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ, ലോകത്തിൽ പലരും കൂടെ ആരുമില്ല എന്ന് കരുതി ഏതോ മുറികളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കർത്താവായ യേശുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. And he is the same yesterday, today and forever. അവന് മാറ്റം വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ ഗുണം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൽ മാത്രമുള്ള ഒരു വലിയ ഗുണം, അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. ചില ആൾക്കാർ ഇത് നല്ലവണ്ണം മനസ്സിലാക്കി അത് പിടിച്ചെടുത്തു. നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പലരും വന്ന് സൗഖ്യമായപ്പോൾ, 10,000 പേര് വിടുതലായപ്പോൾ, ഇതാ സൊറോഫോയിനീഷ്യ ജാതിയിൽപ്പെട്ട ഒരു കനാന്യ സ്ത്രീ ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാഥമിക ഭാഗം, പ്രാഥമിക പദം അത് യഹൂദന്മാരുടെ മധ്യത്തിലായിരുന്നു. തന്നെ അയച്ചത് ഇസ്രായേലിൻ്റെ ഇടയിലേക്കാണ്. എന്നാൽ ക്രിസ്തു കേവലം ഇസ്രായേലിയർക്ക് മാത്രമുള്ളതല്ല, അവൻ സകല ജാതികൾക്കും വേണ്ടിയാണ്. എന്നാൽ ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന ദൈവിക പദ്ധതി പ്രകാരം യഹൂദന്മാരുടെ മധ്യത്തിൽ അവിടുന്ന് ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ, വിജാതീയ സ്ത്രീ, യഹൂദയല്ലാത്തൊരു സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു വലിയ സത്യം പറയാം, ദൈവത്തിന് ഒരു പ്രത്യേക ജനവും ഇല്ല, ദൈവത്തിനൊരു പ്രത്യേക സഭയില്ല, ദൈവത്തിനൊരു പ്രത്യേക മതമില്ല, ദൈവത്തിനൊരു പ്രത്യേക ജനതയില്ല, ദൈവത്തിനൊരു പ്രത്യേക പുരോഹിത വൃന്ദമില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും, ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരെയും, നല്ലവരായാലും കൊള്ളാം, കൊള്ളാത്തവരെന്ന് ലോകം തള്ളിയവരായാലും കൊള്ളാം, ഹൃദയം തുറന്ന് വിളിക്കുന്നെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ അത്ഭുതം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സമീപമുണ്ട്. ഈ സ്ത്രീയെ യഹൂദന്മാർ കണ്ടത് അന്യജാതിക്കാരത്തെയാട്ടാ. യഹൂദന്മാർ വിചാരിച്ചു, ഞങ്ങൾക്ക് മാത്രമേ ദൈവമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ആലയമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ പുരോഹിതരുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ പ്രാർത്ഥനയുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഉപവാസമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ദശാംശമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഉത്സവങ്ങളുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനൊക്കത്തുള്ളൂ. എന്നാൽ ഇതാ ദൈവപുത്രൻ വന്നപ്പോൾ, ദൈവപുത്രൻ്റെ പ്രവൃത്തികൾ കേട്ടപ്പോൾ ഒരു വിജാതീയ സ്ത്രീക്ക് മനസ്സിലായി, ഇവൻ്റെ അടുക്കൽ എനിക്ക് ചെല്ലാൻ പറ്റിയേക്കും, ഇവൻ്റെ അടുക്കൽ എനിക്കും ചെല്ലാൻ പറ്റിയേക്കും, ഇവൻ്റെ അടുക്കൽ എനിക്കും ചെല്ലാൻ പറ്റിയേക്കും. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ, അതുപോലെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മധ്യത്തിൽ പലരുടെ അടുക്കലും എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ അവരുടെ അടുക്കൽ എൻ്റെ കാര്യം പറഞ്ഞാൽ അവരെന്നെ നിന്ദിച്ചു വിടുമെന്ന് ഭാരപ്പെട്ട ചിലർ, അതെ, യേശുവിൻ്റെ അടുക്കൽ എനിക്ക് ചെല്ലാൻ പറ്റും എന്ന് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട്. നീ ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പേ, ഹൃദയത്തിൽ അത് ചിന്തിക്കുന്നതിന് മുമ്പേ, നിന്നെ അറിഞ്ഞ കർത്താവ് നിനക്കുള്ള വിടുതൽ ഒരുക്കിയിട്ടാണ് നിൽക്കുന്നത്. ആ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് ോടെ ഒന്ന് മഹത്വപ്പെടുത്താം. ആ കരങ്ങളൊന്ന് ഉയർത്തി, ആ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭവനങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഇവൻ എത്ര നല്ലവനാ. ആ സ്ത്രീ വന്നു യേശു കർത്താവിൻ്റെ അടുക്കൽ. തൻ്റെ മകൾ കഠിന ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടുന്നു, അവൾ ബാധയിലാണ്, അവളെ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് അവളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളുടെ അപ്പം നായക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്കാണ് വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ കർത്താവ് അവളെ ഒരു പരീക്ഷിപ്പാൻ തന്നെയായത് പറഞ്ഞതെന്ന് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മളാരെങ്കിലും ആണെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി അവിടെ മീറ്റിംഗ് നടത്തുന്ന ലീഡർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ, നിനക്കുള്ളതല്ല, പോകാമെന്ന മട്ടിൽ പറഞ്ഞാൽ നമ്മൾ പോകെയുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ സ്ത്രീ എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവിൻ്റെ വായിൽ നിന്ന് പൊഴിഞ്ഞു വീണ വാക്ക് പിടിച്ചെടുക്കാൻ അറിയാമായിരുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, ആ തിരുവായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് പിടിച്ചെടുക്കാൻ പഠിക്കണം. ഈ തിരുവചനത്തിൽ മുഴുവൻ വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, അതാണ് കൊരിന്ത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും പിടിക്കാൻ പഠിക്കണം. അടുത്തിരിക്കുന്ന വാക്യങ്ങൾ പിടിക്കാൻ പഠിക്കണം, വചനം ഏറ്റെടുക്കാൻ പഠിക്കണം. അതാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ ആ വേദഭാഗം ഒരിക്കൽ കൂടെ വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും, ആ ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, എത്രയുണ്ടെങ്കിലും ഒന്ന് വീശിക്കേ. എത്രയുണ്ടെങ്കിലും അത് എൻ്റെയാന്ന് പറ, അത് എൻ്റെയാന്ന് പറ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നത്രേ. ചിലർക്കുണ്ടല്ലോ
ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞ ശാപവാക്കുകൾ, നമുക്കറിയാം നല്ല പ്രവചനങ്ങളുണ്ട്, അപ്പോൾ തന്നെ പ്രവചനം വളരെ സൂക്ഷിച്ച് എടുക്കണം, അതിനകത്ത് കുഴപ്പമുള്ളത് കൊണ്ടെന്നും ദൈവവചനം പറയുന്നുണ്ട്. ആരെങ്കിലും പ്രവചിച്ചപ്പോൾ നിനക്കത് വരാൻ പോകുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ, അവർക്ക് ഞങ്ങളോട് വലിയ അരിശമാണ്, ഞങ്ങളുടെ ബന്ധുവാണ്, ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേക്കാം. എന്നിട്ട് പറഞ്ഞു, അന്ന് മുതൽ വിഷയമാണ് ബ്രദറെ, എൻ്റെ മോടെ കല്യാണം നടക്കുന്നില്ല, തകർന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ എത്രയോ വാക്കുണ്ടായിരുന്നു, അതൊന്നും പറഞ്ഞില്ലല്ലോ. ആ സ്ത്രീ പറഞ്ഞ വാക്ക്, അല്ല ഞങ്ങളത് വിശ്വസിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ വാ വിളിച്ചപ്പോഴേ അത് പറഞ്ഞത്. എത്രയോ വാക്കുണ്ട്, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ബ്രദറെ. അതെന്നാ പറയാത്തേ? കർത്താവിൻ്റെ വാക്കിനേക്കാൾ ചിലരുടെ അകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത് ആരോ പറഞ്ഞുവിട്ട ബലഹീനൻ്റെ മൂക്കിൽ ശ്വാസം എപ്പോൾ പോകണമെന്ന് ദൈവം തീരുമാനിക്കേണ്ട ഒരു മനുഷ്യൻ്റെ മൂക്കിലെ നഷ്ടപ്പെടാവുന്ന ശ്വാസമുള്ള ഒരു മനുഷ്യൻ്റെ വാക്കല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വാക്ക് മാറത്തില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കാണോ നിൻ്റെ അകത്ത് അടുത്തിരിക്കുന്ന ആളെ വെച്ച്, വല്ലവരുടെയും വാക്കിനാണോ കർത്താവിൻ്റെ വാക്കിനാണോ അകത്ത് കൂടുതൽ ശക്തമായി പണിയപ്പെട്ടിരിക്കുന്നത് ചോദിച്ച്? ഡോക്ടർമാർ അവർ പറയുന്നത് ഫാക്റ്റാ, ചികിത്സ അവർ ചെയ്യുന്നതിനെ ഞാൻ ആ വലിയ സേവനത്തെ കാണുന്നു. പക്ഷേ ചിലപ്പോൾ നമുക്കറിയാം, വൈദ്യശാസ്ത്രം കൊണ്ട് തന്നെ ഒരു ഡോക്ടർ പറഞ്ഞൊരു വാക്ക് ചിലപ്പോൾ വേറൊരു ഡോക്ടർ മാറ്റി പറയും. ആരോ പറഞ്ഞൊരു വാക്ക് അകത്തങ്ങനെ കിടക്കരുത്. ശരിയാ, ഡോക്ടർ പറഞ്ഞ് ചികിത്സിക്കുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞതിൻ്റെ ബാക്കി ചെയ്യണം. എന്നാൽ ആ ചില വാക്കുകൾ, ഇനി ഇത് സൗഖ്യമാകത്തില്ല, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞത് മെഡിക്കലിയാ, എന്നാൽ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ആ ഡോക്ടർ അങ്ങനെ തന്നെ പറയണം, ഞങ്ങളുടെ അറിവിൻ പ്രകാരം, മെഡിക്കൽ സയൻസ് പ്രകാരം ഇങ്ങനെയാ. പക്ഷേ അത് കേട്ടിട്ട് വീട്ടിൽ പോരരുത്. മെഡിക്കൽ സയൻസ് പ്രകാരം അങ്ങനെയാണെങ്കിലും ഒരു വൈദ്യന്മാരുടെ വൈദ്യൻ എനിക്കുണ്ടല്ലോ, ഒരു അത്ഭുതത്തിൻ്റെ നാഥൻ എനിക്കുണ്ടല്ലോ. ഇങ്ങനെ അതിനെക്കുറിച്ച് തിരുവചനം പറഞ്ഞ സ്ട്രോങ് ഹോൾഡ് എന്ന, സ്ട്രോങ് ഹോൾഡ്. പൗലോസ് തന്നെ പറയണം, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ, ഞങ്ങളുടെ മനസ്സുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സ്ട്രോങ് ഹോൾഡുകളെ ഞങ്ങൾ ഇടിക്കുന്ന, കോട്ടകളെ ഇടിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, വല്ലവരുടെയും വാക്കുകൾ വഴി അകത്ത് കയറിയ പിടികൾ, അതിനെന്താ പറഞ്ഞാൽ, മുമ്പോട്ട് പോകാതെ നന്മ അനുഭവിക്കാതെ പുറകോട്ട് പിടിക്കുന്ന പിടി എന്നാണ് 2 കൊരിന്ത്യർ 10:3 പറയുന്നത്. ആ കോട്ടകളെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഇടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇടിക്കണം, വചനം വെച്ചിടിക്കണം. അപ്പോൾ ഈ സ്ത്രീ ഒന്ന് നോക്കുക, അവൾക്ക് ആകെ കിട്ടിയ വചനം, വല്ല വചനവും കിട്ടിയോ? യേശുവിൻ്റെ വായിന്ന് കിട്ടിയോ? മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അതിനകത്തൊരു വാഗ്ദത്തം ഉണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്, അതിനകത്തൊരു വാഗ്ദത്തം വല്ലതും ഉണ്ടോ? പ്രതീക്ഷയ്ക്ക് വക വല്ലോ ആ വാക്കിലുണ്ടോ? യോഗം നടത്തുന്ന ആളുടെ അടുക്ക വന്നു, എൻ്റെ കൊച്ചിന് സൗഖ്യമാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വന്നിരിക്കുക. ഈ സ്ത്രീക്ക് ഇതിനകത്ത് വല്ല പ്രതീക്ഷയ്ക്കും വകയുണ്ടോ? അതിനകത്തും കണ്ടെത്തിയൊരു മകളാണ് കനാന്യ സ്ത്രീ. ആമേൻ. ഞാൻ ഈ സ്ത്രീ ആണെങ്കിൽ, ഈ സ്ത്രീക്ക് വലിയ തിയോളജി ഒന്നും അറിയാൻ മേലായിരുന്നു, അത് അവരുടെ ഗുണം. ചിലർ ഈ തിയോളജി കൊണ്ട് തന്നെ നന്മകൾ ചുരണ്ടി വെളിക്കളയും. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ, വാക്യങ്ങളുടെ ചിരട്ട തിന്നാനല്ല നിങ്ങളെ വിളിച്ചത്, അതിനകത്തെ നന്മകൾ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക, സാമ്പത്തിക എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളിലുണ്ട്. ഇത് പിടിച്ചെടുക്കാൻ പഠിക്കണം. 1-2 പേരോട് പറഞ്ഞ, ചിരട്ട തിന്നുകൊണ്ടിരിക്കല്ലേ, വാക്യങ്ങളുടെ നന്മകൾ പിടിച്ചെടുക്കണം. അപ്പോൾ ഈ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ വാക്ക് സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവേ, നായ്ക്കുട്ടികൾക്കും കിട്ടുന്നുണ്ടല്ലോ, നായ്ക്കുട്ടിയാന്ന് പറഞ്ഞല്ലോ, നായ്ക്കുട്ടികൾക്കും കിട്ടുന്നുണ്ടല്ലോ, ഉടയവരുടെ മേശയിൽ മക്കളിരുന്ന് അപ്പം തിന്നോട്ടെ, പക്ഷെ പൊഴിഞ്ഞു വീഴുന്ന നുറുക്കുകൾ കുഞ്ഞുങ്ങൾ തിന്നുന്നില്ലേ? അപ്പമാകുന്ന രോഗശാന്തി മക്കൾക്കുള്ളതാണെങ്കിൽ അതിൻ്റെ പൊടി മതി എനിക്ക് സൗഖ്യമാകാൻ. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, രോഗശാന്തി എന്ന അപ്പം നിനക്കുള്ളതാ,
പൊടി കൊണ്ട് നാട്ടുകാർ സൗഖ്യമായി തുള്ളിച്ചാടി വീട്ടിൽ പോകുമ്പോൾ ഇതും അപ്പവും പിടിച്ചോണ്ട് നടന്നാ പോരാ. അടുത്തിരിക്കുന്ന ആൾ പറ, അപ്പം പിടിച്ചോണ്ട് നടന്നാ പോരാ. പറ, ഇതിന്റെ വീഴുന്ന പൊടി കൊണ്ട് അത്ഭുതം നേടാൻ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരമ്പര്യം പറഞ്ഞാൽ പോരാ. തോമാസിന്റെ കാലം മുതൽ ഞങ്ങളുടെ വീട്ടുകാർ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞാൽ പോരാ. 10 വർഷമായി ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പോരാ. പൊടി കൊണ്ട് നാട്ടുകാർ വിടുതൽ പ്രാപിക്കുന്നു. വാക്യങ്ങൾ, വചനങ്ങൾ ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യുകയാണ്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാത്തവർ ഇവിടെ ഇരിപ്പുണ്ട്. ബിസിനസ് ചെയ്ത് തകർന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. കുടുംബ ജീവിതത്തിൽ പ്രശ്നമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം തീർന്നെന്ന് പറഞ്ഞവർ തന്നെ ഇരിപ്പുണ്ട്. ലോക രാജ്യങ്ങളിൽ ജയിലഴിക്കകത്ത് പോകുമോ എന്ന് പറഞ്ഞ് കേൾക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ നിന്റെ വിടുതലിനായി വചനം വന്നിരിക്കുന്നു. വചനമായവൻ വന്നിരിക്കുന്നു. I believe in miracles. ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാ, അടയാളങ്ങൾ നടക്കുകയാ. എൻ്റെ കർത്താവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കോടികളുടെ കടഭാരത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറും. ശൂന്യമായ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. തകർന്ന കുടുംബജീവിതം വിടുതലാകും. ആ ക്യാൻസർ രോഗം സൗഖ്യമാകും. ഓ ജീസസ്, അവന് കഴിയാത്തതൊന്നുമില്ല. പത്രോസിന് അത്ഭുതം കൊടുത്ത യേശു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് ബ്രദർ റെനിയുടെ ജീവിതത്തിൽ നമ്മളത് കണ്ടു. അതേ കർത്താവ്, നിറയ്ക്കുന്നവൻ, എല്ലാറ്റെയും നിറയ്ക്കുന്നവൻ്റെ നിറവെന്ന് പേരുള്ളവൻ, വക്കോളവും നിറപ്പീൻ എന്ന് പറഞ്ഞ ശുശ്രൂഷ ആരംഭിച്ച യേശു ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും നിറയ്ക്കാൻ ആഗ്രഹിക്കുക. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിനാൽ തന്നിൽ ആശ്രയിക്കുന്നവരെ നിറഞ്ഞ് കവിയുമാറാക്കും എന്നാണ് യേശു പറഞ്ഞത്. ആത്മീയമായി നിറഞ്ഞ് കവിയുമാറാക്കും, ഭൗതികമായി നിറഞ്ഞ് കവിയുമാറാക്കും. ചിലരുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും ഒത്തിരി സാമ്പത്തിക വരുമാനമുണ്ട്, പക്ഷേ ഒടുവിൽ ശൂന്യത മാത്രം കയ്യിൽ. വരുന്നു എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. ചില കുടുംബങ്ങളിൽ എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനത്തിൻ്റെ ഒരു നിറവില്ല. ചിലരുടെ ശുശ്രൂഷയിൽ ഒരു നിറവ് കാണാനില്ല. ഇതൊന്നും തരാൻ തോമസ് ഊട്ടി ബ്രദറിനോ വേറെ ഒരു ശുശ്രൂഷനെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷേ യേശു ക്രിസ്തുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ആരോഗ്യത്തിൻ്റെ നിറവാണോ വേണ്ടത്? ആത്മീയ നിറവാണോ വേണ്ടത്? നമുക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരാം. ഒരത്ഭുതം ഇന്നൊന്ന് പ്രതീക്ഷിക്കുമോ? ബ്രദർ റെനിയുടെ ജീവിതത്തിൽ നടന്ന അതേ ഒരു അത്ഭുതം നിങ്ങളുടെ ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ നടക്കുമെന്ന് വിശ്വസിക്കാമോ? യേശു അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യത്തിനായി സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണെന്നുള്ള വചനം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയാൻ ഇടയായി. കർത്താവേ, അവിടുന്ന് 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരുടെ കൂടെ നടന്ന് അത്ഭുതം ചെയ്ത പോലെ ഇന്നും ഞങ്ങളുടെ കൂടെ നടക്കുന്നവനാണല്ലോ. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ സമീപേ കർത്താവ് ഉണ്ടല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിദ്യാഭ്യാസത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, തലമുറയിൽ നന്മയുണ്ടാകട്ടെ. കർത്താവെ, ചിലർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർ ഞങ്ങളെ കേൾക്കുന്നു. ഈ സമയത്ത് അബ്രഹാമിൻ്റെ കുടുംബത്തിലെ ശൂന്യത മാറ്റിയ, സാറായുടെ ഉദരത്തെ തുറന്ന കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ കൊടുത്ത് അത്ഭുതം ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അതുപോലെ രോഗികളായി പലരും കേൾക്കുന്നല്ലോ കർത്താവെ, അങ്ങയുടെ അത്ഭുത കരം നീട്ടണം. ആരോഗ്യത്തിൻ്റെ നിറവ് നീ കൊടുക്കുന്ന കർത്താവ്. ഈ കൊളസ്ട്രോൾ വളരെയധികം കൺട്രോൾഡ് ആകാതെ, മരുന്ന് പോലും കഴിച്ചിട്ട് കൺട്രോൾഡ് ആകാതെ ആരും എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ സ്വന്തം കരം വെച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ കരവും അവിടെ വരും. യേശുവേ, ആ ശരീരത്തിൽ അത്ഭുതം നടക്കണമേ. ആ കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി വിടുതലാകട്ടെ. ചെവിയുടെ കേൾവി യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ അരികെ നിർത്തി ഈ പ്രോഗ്രാം കാണുമ്പോൾ മുതൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയുമായിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി കുഞ്ഞിൻ്റെ മേൽ കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. ആ ബ്ലഡ് കണ്ടീഷനിലായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത കൃപ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, നോർത്ത് ഇന്ത്യയിൽ, കർത്താവെ, അമേരിക്കയിൽ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ, മറ്റ് പല രാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ. ഇൻ്റർനെറ്റിലൂടെ കാണുന്നവരുണ്ടല്ലോ കർത്താവെ, HFTVയിലൂടെ കാണുന്നവരുണ്ടല്ലോ. കർത്താവരെ തൊടണമേ. അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ആത്മാവിൻ്റെ നിറവിനാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ.
സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കേട്ട വിയപുരത്തെ TV പ്രേക്ഷക മീറ്റിങ്ങിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും വചനങ്ങളും അടുത്ത എപ്പിസോഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് TV പ്രേക്ഷക മീറ്റിങ്ങുകളുണ്ട്. അടുത്ത ആഴ്ചയിലും TV പ്രേക്ഷക മീറ്റിങ്ങുകളുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ ആ വിവരങ്ങൾ മനസ്സിലാക്കുക. അതിന് വരണം, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയണം. ആ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ കോഴിക്കോട്ട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷകൾ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം സെപ്റ്റംബർ 25 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ സെപ്റ്റംബർ 26 ശനി. ശുശ്രൂഷ രാവിലെ 10-ന്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ.